ഹേയ് മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ് ചെയ്തിട്ടുണ്ട്, ഉറപ്പായിട്ട് സബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് അടിച്ച് പവർ ആക്കും മച്ചാമാരെ. നമ്മൾ റോഡ് ടു 7K ആണ്. അപ്പോൾ നമുക്ക് ന്യൂ ഇയർ ഒക്കെ ലൈവും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കണം, മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ചാനൽ ഉറപ്പായിട്ടും നോട്ടിഫിക്കേഷൻ ഒക്കെ എനേബിൾ ചെയ്ത് നോക്കുക. കാരണം വേറെ ഒന്നും ഗൈസ്, നമ്മൾ ഇനി തൊട്ട് ഗൈസ് നമ്മൾ രാവിലെ ഒരു 10 മണി തൊട്ട് എന്താ പറയുക, മാക്സിമം ഒരു 10 തൊട്ട് ഉറപ്പായിട്ട് നമ്മൾ ലൈവ് വെക്കാട്ടെ, 1 മണിക്കൂറെങ്കിലും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉറപ്പായിട്ടും 8 മണിക്ക് ലൈവ് ഉണ്ടാകും. കാരണം ഓൾറെഡി ഗൈസ് എന്താ പറയുക, നിങ്ങൾക്കറിയാലോ ഇപ്പം ഞാൻ ഓൾറെഡി രാവിലെ നമ്മളൊരു 11:25 ആ ഒരു സമയത്തായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യാറ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചൊരു ടൈം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകട്ടെ ഗൈസ്. ഓക്കെ മച്ചാമാരെ, ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് നമ്മുടെ വന്നിരിക്കുന്ന പാക്ക് യൂറോപ്യൻ ക്ലബ് ഗാർഡിയൻസിന്റെ പിർലോ പുയോള് കഫുവിന്റെ ഒരു ട്രിക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു ട്രിക്കാണ്. പിന്നെ അതുപോലെ തന്നെ മച്ചാനെ, ഇന്നലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നു ലിയുടെ ഫുവൻഡൈന്റെ മാനേജർ പാക്കിന്റെ പൊസിഷൻ ഗെയിമിന് പറ്റിയ ഫോർമേഷൻസ് ഏതെങ്കിലും ഉണ്ടോന്ന്. കൂടുതലും വെച്ചാൽ ഞാൻ പറയുന്നത് വേറെ 4-2-2 ഇല്ലേ, ആ ഒരു ഫോർമേഷൻ ഇടുന്നതായിരിക്കും നല്ലത്. ഓൾറെഡി പിന്നെ 4-2-3-1 കുഴപ്പമില്ല, കാരണം 4-2-2 ആയിരിക്കും നല്ലോണം അത്യാവശ്യം കളിക്കാൻ പറ്റുന്നത്. അതായത് നല്ലൊരു എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു ഫോർമേഷൻ ആയിരിക്കും എനിക്ക് തോന്നുന്നു. പിന്നെ 4-3-3 കുഴപ്പമില്ല, പൊസിഷൻ ഗെയിമിംഗ് ഉള്ളവർക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ആ മച്ചാനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ബ്രോ പറഞ്ഞായിരുന്നു, ബ്ലൈൻഡ് സ്പോട്ട് ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബർ ബ്രോ പറഞ്ഞായിരുന്നു. കാരണം കുറച്ച് പേരും കമന്റ് ചെയ്യാൻ നോക്കിയിട്ട് അത് എന്തായാലും അതിന് റിപ്ലൈ ഉറപ്പായിട്ടും പറയാം കേട്ടോ ഗൈസ്. എന്തായാലും ഡൗട്ടും കാര്യങ്ങളും ഉറപ്പായിട്ടും പറയാം. അവൻ ഓൾറെഡി പറഞ്ഞത് ഞാനിതാ ഈ വീഡിയോന്റെ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നത്, ഉറപ്പായിട്ടും നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ മച്ചമാരെ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഫസ്റ്റ് തന്നെ ഗൈസ് ഞാനിതാ നമ്മുടെ എൻ്റെ ഇപ്പോൾ 295 കോയിനാണ് ഉള്ളത്. ഞാൻ കാരണം കുറച്ച് പ്രീമിയം പാക്ക് ഒക്കെ എടുത്തിട്ടുണ്ട്, അത് എനിക്ക് തീർക്കണം മച്ചമാരെ. അപ്പം പറയുകയാണെങ്കിൽ ഓൾറെഡി എന്താ പറയാ, കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ തേർഡ് അക്കൗണ്ടാണ്, പുതിയ അക്കൗണ്ട് ആട്ടോ. 365 കോയിൻ ഇപ്പോൾ ആയിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്കറിയാം ഡെയിലി വരുന്നുണ്ട്. പിന്നെ റൊണാൾഡോന്റെ കാർഡൊക്കെ ഇങ്ങനെ കിടന്ന റൂമർ ഇറങ്ങുന്നുണ്ട്, പക്ഷെ അത് റിയൽ എല്ലാം തോന്നുന്നു. എന്തായാലും നമുക്ക് കുറെ അപ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയാട്ടോ മച്ചാമാരെ. അപ്പൊ എനിക്ക് ഓൾറെഡി ഈ എല്ലാ പാക്കുകളും ഓപ്പൺ ചെയ്യാനുണ്ട്. നമ്മുടെ ഡേവിഡ് അങ്ങനെയുള്ള പാക്കുകൾ എല്ലാം ഉണ്ട്. നമുക്ക് അപ്പൊ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പായിട്ടും. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ എപ്പിക് യൂറോപ്യൻ ക്ലബ് ഗാർഡിയൻസിന്റെ പാക്കിലോട്ട് തന്നെ കിടക്കാം. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഗെയിം പ്ലാൻ ജസ്റ്റ് 0 റേറ്റഡ് പ്ലേയേഴ്സിനെ ആക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ പുയോളിനെ എടുക്കുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു, ജസ്റ്റ് നമ്മുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നോക്കുന്നു. ഗൈസ്, ആരും ഫ്രീ ട്രൈ ചെയ്താൽ മതി, അല്ല ഒരു 100 കോയിൻ മാത്രം ഇട്ടാൽ മതി. കാരണം വേറെ ഒന്നുമില്ല, ആരും കോയിൻ കുറെ ആക്കണ്ട കേട്ടോ മച്ചാമാരെ. അപ്പൊ നമ്മളത് അതിന് ലൂക്കാസ് ഷെവില്ലിയർ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പ്ലെയർ അല്ലേ, പുള്ളിനെ എടുക്കുകയാണ്. കാരണം വേറെ ഒന്നുമില്ല, ഇത് പല അക്കൗണ്ട് കിട്ടിയിരിക്കുന്ന ട്രിക്ക് ആയതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമ്മുടെ റോഡ്രിഗസിനെ എടുക്കുന്നു, ജസ്റ്റ് റൊട്ടേറ്റും ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കുന്നു, അവന്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ മച്ചാമാരെ. പിന്നെ ഞാൻ ഓൾറെഡി നമ്മുടെ അതിനുശേഷം നമ്മുടെ ലോയിക് ബെയ്ഡ് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ടല്ലോ, ചെക്കനെ എടുക്കുന്നു. ഞാൻ എല്ലാം സാധാരണ ചെയ്യാട്ടോ ഗൈസ്. ഇത് നമ്മുടെ തേർഡ് അക്കൗണ്ട് ചെയ്തിട്ട് ഞാൻ എന്റെ ഫോണിലേക്ക് അയച്ചിട്ട് സെറ്റ് ചെയ്യുന്ന കേട്ടോ. അതിനുശേഷം നമ്മുടെ ഗ്രഗറിനെ എടുക്കുന്നു ഗൈസ്. അതിനുശേഷം നമ്മുടെ ഞാൻ എന്താ പറയാ, ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, ജസ്റ്റ് നമ്മുടെ പിർലോനെ എടുക്കുന്നു, ജസ്റ്റ് കാര്യങ്ങളൊക്കെ റൊട്ടേറ്റ് ചെയ്ത് എടുക്കണം. കാരണം വേറെ ഒന്നുമില്ല, നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഞാൻ എടുത്തത് സാധാ നമ്മുടെ ഹൈലൈറ്റ് പ്ലേയേഴ്സിനാണ്. അപ്പൊ ലാസ്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ എപ്പിക് പ്ലേയേഴ്സിനെ എടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പോകുന്നത് ഈ ഒരു ട്രിക്ക് കൊണ്ട് ഗൈസ്. അപ്പൊ ഫ്രീ ട്രൈ അടിക്കാൻ പോകുന്നത് നമുക്ക് നോക്കി നോക്കാം മച്ചമാരെ, കിട്ടുമില്ല രാവിലെ തന്നെ മച്ചമാരെ. ഫ്രീ ട്രൈയിൽ നമുക്ക് നോക്കാം. എന്റെ തേർഡ് അക്കൗണ്ടാണ്, നമുക്ക് നോക്കിയാൽ എപ്പിക് ഒന്നും ഇട്ടാടാ, ഉള്ളിൽ മഞ്ഞ ഇല്ല മച്ചമാരെ. അപ്പൊ എനിക്ക് കിട്ടിയത് ബേസ് ആണ്, നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു ട്രിക്കാണ്. കാരണം വേറെ ഒന്നുമല്ല, പല അക്കൗണ്ടിലും പല പ്രൊബിലിറ്റി ആണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ട്രിക്ക് കൊണ്ട് ഡേവിഡ് വില്ലിന് 7 സബ്സ്ക്രൈബർ ബോസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ലൈവിലൊന്ന് പറഞ്ഞാണ് 7-8 പേർക്ക് കിട്ടുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ട്രിക്ക് ചെയ്ത് നോക്കുക മച്ചമാരെ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു ബ്രോ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയാൻ പോണേ. കൂടുതലും പേർക്ക് അറിയാം, ജെ ലീഗ് അവാർഡ്സിൽ കുറെ പേർക്ക് നമ്മുടെ ആൻഡേഴ്സൺ ലോപ്പസിന് കിട്ടിയായിരുന്നു. അപ്പൊ അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതിന് 99 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ 104 ആവാത്തതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താ വീഡിയോ കൂടെ തന്നെ നിങ്ങളെ കാണിച്ചു തരാം. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നിങ്ങൾക്കറിയാം ഗൈസ്, ഈ ഒരു കാർഡ് നോക്കുകയാണെങ്കിൽ ബ്രസീലിയൻ പാക്ക് ആണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇത് ജപ്പാനീസ് ലീഗിന്റെ ആയതുകൊണ്ട് വേറൊരു ലീഗാണ് ഗൈസ്. എഫക്ട് കണ്ടീഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കണ്ടോ, മെയ്ജി യശൂദ J1 ലീഗ് എന്ന് പറഞ്ഞൊരു ലീഗാണ്. അപ്പൊ ഉറപ്പായിട്ടും ഗൈസ് ഇത് നമ്മുടെ സാധാരണ നമ്മളിപ്പം ബാർസലോണ അങ്ങനെ ഇടൂലേ, അതിൽ കിട്ടൂല. അല്ലെ നമ്മളിപ്പം നമ്മളെന്താ പറയാ, നമ്മുടെ ഇഷ്ട ടീമാണ് ഇടൂല. ഇപ്പൊ ചിലർ അൽനാസർ അങ്ങനെയൊക്കെ ഇടുമ്പോൾ ഇന്റർ മിയാമി അതിലൊന്നും കിട്ടൂല. സാഡി അലോൺസോന്റെ മാനേജർ പാക്കിലായാലും നിങ്ങൾ ആരുടെ മാനേജർ പാക്കിലായാലും ഈ മെയ്ജി യശൂദ ഇത് ഇട്ട് കഴിഞ്ഞ് എന്താ പറയാ, നമ്മുടെ അതായത് നമ്മുടെ ടീം ഉണ്ടല്ലോ, ബേസ് ടീം, അതിനകത്ത് 20 തൊട്ട് 23 പ്ലേയേഴ്സ് ഈ മെയ്ജി യശൂദ J1 ലീഗിലുള്ള ആ പ്ലേയേഴ്സിനെ എടുത്താൽ മാത്രമേ ഗൈസ് നമുക്ക് 104 നമ്മുടെ ആൻഡേഴ്സൺ ലോപ്പസിനെ ആക്കാൻ പറ്റുള്ളൂ വെച്ചാൽ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറഞ്ഞത്. കാരണം ഓൾറെഡി ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. നമ്മുടെ ഇതിൽ നിന്ന് എടുത്തിട്ട് സ്റ്റാൻഡേർഡ് പ്ലേയേഴ്സിന് ഞാൻ പോകുന്നു. എന്നിട്ട് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗൈസ്,
നമുക്ക് അങ്ങനെ 104 ആക്കുമ്പോൾ നമുക്ക് എന്താ പറയാ, ഓൺലൈൻ മാച്ച് കളിക്കുമ്പോൾ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഒക്കെ കുറവായിരിക്കും. അപ്പൊ അതാണ് ആ ഒരു പ്രശ്നം കേട്ടോ. കാരണം അതുമായിട്ട് മേജി യശോദ ജേരിയിൽ വന്നുകൊണ്ടാണ് നമുക്ക് 104 ആക്കാൻ പറ്റാത്ത. 101 വരെ പോവുള്ളൂ സാധാരണ റേറ്റിംഗ് ആണെങ്കിൽ. കണ്ടോ മച്ചാമാരെ? അപ്പോൾ ഇത് ഇങ്ങനെ ആക്കിയാൽ മാത്രമേ നമ്മുടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം 0 റേറ്റഡ് അല്ല വില കുറഞ്ഞ ആൾക്കാരെ മാത്രം എടുത്താൽ മതിട്ടോ. കാരണം നിങ്ങൾക്ക് ഓൺലൈൻ മാച്ച് ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള സെറ്റിങ് ഇത് മതിയാവും. പക്ഷെ ഒരു പ്രശ്നം വെച്ചാൽ 104 ആക്കാൻ പറ്റില്ല ബ്രോ. അപ്പം അതാക്കണമെങ്കിൽ മച്ചതാണ്ടോ അങ്ങനെ ആക്കി കഴിയുമ്പോൾ CF 104 ആവും മച്ചാ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാൻ ഞാനത് ഉറപ്പായിട്ടും നല്ല പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മുടെ കാർഡുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക ഗൈസ്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഓക്കെ, ലൈവ് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.